എൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞൂടാ. ഈ 2K കിഡ്സിനോ ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പോസിറ്റീവ് പറയുകയാണെങ്കിൽ ജീവ എടുത്തു പറഞ്ഞ സാഹസത്തിൽ ജീവയാണ് തൂക്കിയത്. എനിക്ക് ജീവയുടെ സ്വാഗും കാരണങ്ങളും ഒട്ടും ഒരു രക്ഷയില്ല. അടിപൊളി. റംസാനെ കാട്ടി തൂക്കിയ ജീവയാണ്. ജീവ കുറച്ച് സീനിൽ അഭിനയിക്കാനുള്ളൂ, പക്ഷേ ജീവ കൊണ്ടുപോയി. സാഹസം ജീവ കൊണ്ടുപോയി. വേറെ റംസാൻ്റെ അഭിനയം, ഗൗരി, എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഓണത്തിന് അടുത്ത ആഴ്ച കൂലിയില്ലേ, അപ്പം സ്റ്റാർട്ടിങ് തൂക്കി, സാഹസം തൂക്കി. പടം കൊള്ളാം. നല്ല പടമാണ്. ത്രില്ലർ മൂവിയാണ്. കണ്ടുകൊണ്ടിരിക്കാം, രസമുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ഫൈറ്റ് സീൻസ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. പൊളി മൂടി. ഫൈറ്റ് സീനൊക്കെ കൊള്ളാം, അത്ര തന്നെ. പോസിറ്റീവ് റിവ്യൂ ആണെങ്കിൽ എന്ത് പറയാനാണ്, പടം കൊള്ളാം, അത്ര തന്നെ. കണ്ടുകൊണ്ടിരിക്കാം, രസമാണ്. ബ്രോ നല്ല കിഡ്ലം എൻ്റർടൈനിങ് മൂവിയാണ്. നമുക്ക് നല്ല കണ്ട് ചിരിച്ചൊക്കെ ഇരിക്കാം. പോസിറ്റീവ് നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് നല്ല എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ. പിന്നെ കോമഡി നല്ല രസമുണ്ട്. നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓ പിന്നെ ഒരേ പൊളി ആവറേജ് ഒരു പടമായിട്ടാണ് ഫീൽ ചെയ്തത്. സ്റ്റോറി ലൈനൊക്കെ പ്ലെയിനാണ്, അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. എടുത്തു പറയാനായിട്ടുള്ള ഇതിൽ 2 പെർഫോമൻസുകളാണ്, ബൈജു സന്തോഷിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഭഗത് മാനുവൽ വ്യത്യസ്തമായൊരു പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്ന അല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ സ്റ്റോറി ലൈനിൽ ഒരല്പം കാട് കയറി പോയ പോലെയൊക്കെ തോന്നി. ഒരു ആവറേജ് ഒരു പടം, നമുക്ക് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടം, അല്ലാതെ വലിയ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ ഒരു നോക്കാണ്. ഇത് ഫാമിലിയെക്കാളും എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തൊരു പടമാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ, ഇഷ്ടപ്പെടുന്നെങ്കിൽ. പോസിറ്റീവായിട്ട് പറയാൻ ഇതിൽ ബൈജു സന്തോഷിൻ്റെ പെർഫോമൻസും ഭഗത് മാനുവലിൻ്റെ പെർഫോമൻസും തന്നെയാണ്. വേറെ ഒന്നുമില്ല അങ്ങനെ കാര്യം. ആവറേജ്, കുഴപ്പമില്ല എന്ന് പറയാനേ ഉള്ളൂ. സോങ് ലാസ്റ്റ് ഒരു സോങ് കൊള്ളാം, ഒരു പാർട്ടി മോഡ് പിടിച്ചിട്ടുണ്ട്. വേറെ സോങ്ങൊക്കെ ഒരു ക്ലീഷേ ഫീലാണ് കിട്ടിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഉണ്ട്, പണ്ടത്തെ ഒരു പാട്ടിൻ്റെ, അതിൽ ചിരി വരും, അല്ലാതെ വലുതായിട്ടൊന്നുമില്ല. സിനിമ മൊത്തത്തിൽ സിനിമയുടെ ക്വാളിറ്റി അറിയുമ്പോൾ ബിലോ അവരെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ആ സിനിമയുടെ തിരക്കഥയുടെ പോരായ്മ എന്നു പറയും. കാരണം ആദ്യ പകുതി വരെ സിനിമ എന്താണ് കാണിക്കുന്നതെന്ന്, അതിൽ എന്താണെന്നും നമുക്കൊന്നും കഥയൊന്നും ആദ്യ പകുതി വരെ ഒന്നും ഒരു വകയും മനസ്സിലാവില്ല. നമ്മൾ കിളി പോയ അവസ്ഥയിലായിരിക്കും സിനിമ ഇരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ പിന്നെ എന്താണ് കഥ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. പക്ഷേ പല കാര്യങ്ങളും നമുക്കങ്ങ് കണക്റ്റഡ് ആവില്ല. ഈ സംഭവം ഈ പല ഇൻസിഡൻസിനെയും തമ്മിൽ കണക്ട് ചെയ്ത് പോകുമ്പോൾ തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്. ആ ഒരു അത്രയ്ക്ക് എനിക്ക് അത് രസമായിട്ടൊന്നും തോന്നില്ല. പിന്നെ എന്നെ ആകപ്പാടെ കൊള്ളാമെന്നുള്ള ഇതിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റണ്ട് സീൻ, ആക്ഷൻ കൊറിയോഗ്രാഫി, ആ സമയത്ത് കൊടുത്തേക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ മലയാളത്തിൽ കുറേ 50ഓളം താരങ്ങൾ ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പിന്നെയും നമുക്ക് കണ്ടുപിടിക്കും. പക്ഷേ ആദ്യ പകുതി വരെ ഇൻ്റർവെല്ല് വരെയും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സിനിമ അങ്ങ് വലിഞ്ഞ് മുറുകി നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. എന്തൊരു മൂവി. പിന്നെ പോസിറ്റീവായിട്ട് എന്തോ പറയാം, എനിക്ക് പ്രത്യേകിച്ചൊന്നും അതിൽ പോസിറ്റീവായിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞൂടാ. ഈ 2K കിഡ്സിനോ ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്കെന്തായാലും അങ്ങ് ഈ സിനിമയുടെ അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ സിനിമയുടെ കഥാസന്ദർഭങ്ങളെ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് അവിയൽ പരുവത്തിലാക്കുമെന്ന് പറയില്ലേ, നമുക്കങ്ങ് ദഹിക്കൂല എന്താണ് കാണിക്കുന്നത്, അത്രയേ ഉള്ളൂ. ആക്ച്വലി ഇതൊരു ചില്ല് പടം. സെക്കൻഡ് ഹാഫാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം എല്ലാവരുടെയും പെർഫോമൻസ് അവരവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗൗരി ആണെങ്കിലും ബാബു ചേട്ടൻ്റെ ഫൈറ്റൊക്കെ അത്യാവശ്യം രസമായിട്ടുണ്ട്. പോപ്കോണിൻ്റെ അടുത്ത് കാണാൻ പറ്റുന്നൊരു ചില്ല് പടം. ഗംഭീരം എന്നല്ല, എന്നാൽ കൊള്ളാം. വേറെ പറയുന്നില്ല. BGM സെറ്റാണ്, പാട്ടും നമുക്ക് ആ ഒരു സാഹസം മൂടി തരുന്നുണ്ട്. പിന്നെ എന്താണ്, ഇവർ ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് നോട്ട് ചെയ്യണം. ലൈക്ക് നമ്മുടെ പയ്യന്മാരുണ്ടല്ലോ, പപ്പനൊക്കെ അഭിനയിക്കുന്ന പയ്യന്മാരുണ്ട്, അവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റംസാൻ ബുറയും കൊള്ളാം. എനിക്ക് റംസാനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ നമ്മുടെ അവരുടെ ഗ്യാങ്ങിൽ കുറച്ച് പേരുണ്ടല്ലോ, അപ്പം സബരിച്ചേട്ടനും ആ ഗ്യാങ്ങായിട്ട് രസമുണ്ട്. പിന്നെ നമ്മുടെ ബൈജു അണ്ണനൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഏത് മൂടം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാ മൂടേ ഉള്ളൂ, ഭയങ്കരമായ റേഞ്ച് മൂടൊന്നുമില്ല. ഒരു ആവറേജ് റെസ്പോൺസ് ഉള്ളൊരു പടം തന്നെയാണ്. അത് നമുക്ക് ബോറോ കാര്യങ്ങളൊന്നും അടിക്കില്ല പടം കാണുമ്പോഴത്തേക്കും.
നമുക്ക് ചുമ്മാ ഒന്ന് ഒരു ഫ്രീ ആയിട്ടൊരു മൈൻഡ് ഫ്രീ സ്ട്രെസ്സൊക്കെ മാറ്റിയിട്ട് ഇന്ന് കാണാൻ പറ്റിയ ഒരു ടെൻഷൻ ഫ്രീ പടം അത്രേ ഉള്ളൂ. പടത്തിൽ പറയാൻ വേണ്ടി എല്ലാവരും ആക്ടിങ്ങും ഒരു രക്ഷയില്ല. ജീവയാണെങ്കിൽ റംസാനാണെങ്കിൽ ഗൗരിയൊക്കെ ഒരു രക്ഷയില്ല, വേറെ ലെവലിൽ എല്ലാവരും കിടിൽ ആക്ടിങ് ചെയ്യാനാണ്. കാരണം മുമ്പത്തെ പടങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ സൂപ്പറായിട്ട് തന്നെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു എന്താണ് പടത്തിൽ കാണിക്കുന്നത് മനസ്സിലാവില്ല. കണക്ഷൻ കൊണ്ട് എത്തിച്ചിരിക്കുന്ന സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിന് അല്പം കൂടെ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. പിന്നെ മൊത്തത്തിൽ ഒരു കാണാൻ പറ്റിയൊരു പടം, ബോറിങ് മോശം പടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു ആവറേജ് പടം. കോമഡിയിൽ അവർക്കായിട്ടുണ്ട്, ചിലതൊന്നും അത്ര ഇതൊന്നുമില്ല, കണ്ട് മറന്ന സെയിം സാധനം. ചില സമയങ്ങളിൽ സിറ്റുവേഷൻ കോമഡിയൊക്കെ പക്കയായിട്ട് വന്നിട്ടുണ്ട്. റംസാൻ ആദ്യം എല്ലാ പടത്തിലും ഉള്ളവർ തന്നെ, പക്ഷേ അല്പം കൂടെ മെച്ചുറായിട്ട് ഓരോ പടങ്ങൾ കഴിയുന്നതോറും മെച്ചുറായിട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് എടുത്തു പറയാനുള്ള ജീവിയുടെ സഹായം കാര്യങ്ങളൊക്കെ കൊള്ളാം. കുറച്ചേ ഉള്ളൂവെങ്കിലും ജീവ സൂപ്പറായിട്ടുണ്ട്. നല്ല പടം, എൻഗേജിങ് ആണ്, എൻഡ് ടു എൻഡ് കോമഡി, കുഴപ്പമില്ല. നല്ല കോമഡിയാണ്, ലൈവായിട്ട് പോകുന്ന പടം, ഇടയ്ക്ക് ബോറടി ഒന്നുമില്ല. നല്ലതായിരുന്നു, എല്ലാവരും നല്ലതായിരുന്നു. ബൈജു നല്ലതായിരുന്നു. പിന്നെ പുതിയൊരു പയ്യൻ ഇവരുടെ കൂടെ ഉള്ള പുള്ളി കൊള്ളായിരുന്നു. പാട്ടൊക്കെ എല്ലാം കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഫാമിലി കാണാൻ നല്ലതാണ്. കോമഡിയാണ്, എൻഗേജിങ് ആണ്, നമുക്ക് ബോറടിയില്ല, സമയം പോകുന്ന അറിയത്തില്ല. കഥയൊന്നും അല്ല, ഒരു കോമഡി പടം, എൻഗേജിങ് ആയിട്ട് പോകുന്ന പടമാണ്. കോമഡിയാണ്, കുഴപ്പമില്ല. എടുത്തു പറയാൻ കോമഡി മാത്രമേ ഉള്ളൂ, ചിരിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ കഥയൊന്നുമില്ല, വേറെ ഒന്നും പറയാനില്ല. കുഴപ്പമില്ല.